അയ്യോ താങ്ക് യു. ഇതൊക്കെ നമുക്ക് ഒറ്റ സ്ഥാനത്തിലിടാം. ആദ്യം തൊട്ട്. ഓക്കെ. ഹലോ നമസ്തേ, ഞാൻ അമേയ. ഡെസേർട്ട് ടക്കാസ് എന്റർടൈൻമെന്റ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി വന്നിരിക്കുന്നത് ഒരു കൊച്ചു സുന്ദരിയായ ഒരു ഗായികയാണ്. വെൽക്കം മരിയ മാത്യു കോലടി. താങ്ക് യു. മരിയ, പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? സുഖമായിട്ടിരിക്കുന്നു. പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ നന്നായിട്ട് പോകുന്നു. എന്ത് ചെയ്യുന്നു ഇപ്പൊ ശരിക്കും? ഞാനിപ്പം എന്റെ സ്റ്റഡീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇപ്പം ഫുൾ ടൈം സിംഗിങ് ആണ്. ഓക്കെ. എന്താ പഠിക്കുന്നത്? ഞാൻ പഠിച്ചത് MBA ആയിരുന്നു. MBA ഇൻ ഫൈനാൻസ് ആയിരുന്നു. ഇപ്പൊ കോഴ്സ് എല്ലാം കഴിഞ്ഞു. ഓക്കെ, കംപ്ലീറ്റ് ആയി. ഇവിടെ തന്നെ ആയിരുന്നോ പഠിച്ചതൊക്കെ? അല്ല, ഞാൻ പഠിച്ചത് ബാംഗ്ലൂർ ക്രൈസ്റ്റിലായിരുന്നു. ഓ ശരി. അപ്പൊ ഇപ്പം പാട്ടുകളൊക്കെ ആയിട്ട് പോകുന്നു. അതെ, കൂടുതലും ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് ആണ് പാടിയിരിക്കുന്നത് അല്ലെ? കൂടുതലും. അതെ, കവർ സോങ്സും ഞാൻ കണ്ടിരുന്നു. കവർ സോങ്സും ചെയ്യാറുണ്ട്. കവർ സോങ്സ് ഒക്കെ വല്ലപ്പോഴും. സോഷ്യൽ മീഡിയയിൽ നല്ല ആക്റ്റീവ് ആണെന്ന് തോന്നുന്നു അല്ലെ? ആക്റ്റീവ് അല്ലായിരുന്നു, ഇപ്പൊ കുറച്ചൊക്കെ ആക്റ്റീവായി വരുന്നു. ഫൈൻ ഫൈൻ ഫൈൻ. എന്തൊക്കെയാണോ മാരിയുടെ പുതിയ വിശേഷങ്ങൾ പറയും? പുതിയ വിശേഷങ്ങൾ, ഞാൻ കുറെ നാളായിട്ട് പഠിത്തവും ആ ഒരു ഫേസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുമായിരുന്നു. അപ്പോഴും പാട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് മ്യൂസിക്കിലേക്ക് കടക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ വിശേഷം. മാരീഡ് ഒന്നും അല്ലല്ലോ? അല്ലല്ല, മാരീഡ് അല്ല. ഓക്കെ, സിംഗിൾ ആണ്. അപ്പം ആവശ്യമുള്ളവർക്ക് വഴിയുണ്ട്. പാടിയിട്ടുള്ള പാട്ടുകളിൽ ഒരു ഇഷ്ടപ്പെട്ടവരോ, അത് ഡിവോഷണൽ സോങ് ആയാലും അല്ല, ഇപ്പൊ ഒരു ഫിലിമിൽ പാടിയിട്ടുണ്ടോ? ഫിലിമില് പാടിയിട്ടുണ്ട് 2 എണ്ണം. അതും ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു ടൈമിലൊക്കെയാണ് പാടിയിട്ടുള്ളത് നേരത്തെ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാവോ? ആരുടെ കൂടെയായിരുന്നു? ഞാൻ ആദ്യത്തെ സോങ് പാടുന്നത് വാലാട്ടി എന്ന് പറഞ്ഞ സിനിമയിലാണ്. അതിന്റെ മ്യൂസിക് ഡയറക്ടർ വരുൺ സുനിൽ എന്ന് പറഞ്ഞ ചേട്ടനാണ്. മസാല കോഫി ബാൻഡിന്റെ. സോ വരുൺ ചേട്ടനാണ് ഫസ്റ്റ് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തരുന്നത്. അത് ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. അതൊരു ഡ്യുവറ്റ് ആയിരുന്നു. ഞാനും വരുൺ ചേട്ടനും കൂടെ പാടിയ പാട്ടാണ്. പിന്നെ സെക്കൻഡ് സോങ് ഞാൻ ബിഗ് ബെൻ എന്ന് പറഞ്ഞ മൂവിയിലാണ് പാടിയിട്ടുള്ളത്. അത് കൈലാസ് മേനോൻ ആയിരുന്നു അതിന്റെ മ്യൂസിക് ഡയറക്ടർ. അപ്പം കൈലാസ് ചേട്ടൻ തന്ന പാട്ടും അതും ഒരു ഡ്യുവറ്റ് സോങ് ആയിരുന്നു. അപ്പൊ ഇത് രണ്ടുമാണ് ഞാൻ പാടിയിട്ടുള്ളത്, സിനിമയിൽ പാടിയിട്ടുള്ളത്. അപ്പൊ ഇപ്പം ഇനി പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടോ സിനിമയിൽ നിന്ന്? ഓണസ്റ്റ്ലി സിനിമയിലേക്ക് ഞാൻ ഒട്ടും എഫേർട്ട് എടുത്തിട്ടില്ല, ട്രൈ ചെയ്തിട്ടില്ല. അന്നാണെങ്കിലും ഞാൻ എഫേർട്ട് എടുത്തതിന്റെ ഒരു ബേസിസിൽ ആയിരുന്നില്ല എനിക്ക് വന്നത്. റാൻഡം ആയിട്ട് എനിക്ക് വന്ന ഓപ്പർച്യൂണിറ്റി ആണ് രണ്ടും. പിന്നെ ഇപ്പൊ ഞാൻ കുറച്ചും കൂടെ മ്യൂസിക് സീരിയസ് ആയിട്ട് എടുക്കാമെന്നുള്ള ആ ഒരു ഡിസിഷനിലേക്ക് പൊക്കോണ്ടിരിക്കുക. അപ്പൊ മരിയനെ ഇങ്ങനെ ഫെയിം ആക്കിയ ആ ഒരു ഹിറ്റ് ഏതായിരുന്നു? ക്രിസ്ത്യൻ ഡിവോഷനിൽ എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻ ടേംസ് ഓഫ് വ്യൂവർഷിപ്പ് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് ഒന്നുമില്ലായ്മയിൽ നിന്നും എന്നെ എന്ന് പറഞ്ഞൊരു സോങ്ങിന്റെ തമിഴ് വേർഷൻ ആണ്. അപ്പം ആ പാട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാര് സ്വീകരിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. തമിഴ് പാട്ട്? തമിഴാണ്. പിന്നെ അതല്ലാതെ ഒത്തിരി ഡിവോഷണൽ പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. കുറെ നല്ല എനിക്കിഷ്ടമുള്ള ഒരുപാട് പാട്ടുകളുണ്ട്. പക്ഷെ എന്നാലും ഈ പാട്ടിനോട് കുറച്ചും കൂടെ ഒരു സ്നേഹമുണ്ട്. കാരണം ഇനീഷ്യലി ഞാൻ ആദ്യമായിട്ട് പാടി തുടങ്ങുന്ന ഒരു സ്റ്റേജിലായിരുന്നു ഈ സോങ് എനിക്ക് കിട്ടുന്നത്. അപ്പൊ അത് ജിനോ കുന്നുംപുറത്ത് എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറാണ് ഈ പാട്ട് തന്നതും. അപ്പൊ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. അപ്പൊ ആ പാട്ട് ഞാനിതിന്റെ തമിഴ് വേർഷൻ ആണ് പാടിയിട്ടുള്ളത്. ഞാനിപ്പം തൽക്കാലം മലയാളം പാടാം. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം, ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും, എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. അടിപൊളി.
അപ്പം ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, നല്ലൊരു സുന്ദരി കുട്ടിയാണ്, സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമില്ല, അതിനുള്ള കഴിവുമില്ല. അല്ല, അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ട്, ഒക്കെ ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് സിംഗിങ് ആണ് കുറച്ചും കൂടെ താല്പര്യമുള്ള ധൈര്യം ഇല്ല അല്ലേ? ധൈര്യത്തിന്റെ അല്ല, അതിനോടൊരു ഇഷ്ടം തോന്നിയിട്ടില്ല. അപ്പൊ കൊറേ വിദേശ യാത്രകളൊക്കെ പോയിട്ടല്ലേ? കൊറേ എന്ന് പറയാൻ പറ്റില്ല, ഞാൻ വളരെ റീസെന്റ് ഷോസിനൊക്കെ ആയിട്ടാണ് ട്രാവൽ ചെയ്തിട്ടുള്ളത്. കൂടുതലും മ്യൂസിക് ഷോസ് തന്നെയാണ്. ക്രിസ്ത്യൻ ഡിവോഷനിലാണ് എനിക്ക് കൂടുതലും ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുള്ളത്. അപ്പോ വളരെ റീസെന്റ് ആയിട്ട് ഇപ്പം ഒരു US ടൂർ കഴിഞ്ഞായിരുന്നു, ഒരു മാസത്തേക്ക്. അങ്ങനെ കുറെ ഷോസ് അവിടെ ചെയ്തു. പിന്നെ ഈ ഇടയ്ക്ക് ഖത്തറിൽ ഒരു ഷോ ചെയ്തു, പിന്നെ കുവൈറ്റിലും ഒരു ഷോ ചെയ്തു. ഇങ്ങനെ നന്നായി പോകുന്നു. അതെങ്ങനെയാ? അപ്പം ഗ്രൂപ്പായിട്ടല്ല, അവരെന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെയാണ് വിളിച്ചത്. എന്റെ ഒപ്പം 2-3 സിംഗേഴ്സും കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളൊരു ടീമായിട്ട്? ഞങ്ങൾ ഓരോരുത്തരെയും ഇങ്ങനെ പിക്ക് ചെയ്ത് വിളിച്ചതാണ്. ഞങ്ങളൊരു ടീമല്ല. അങ്ങനെ അവര് തന്നെ ഓരോരുത്തരെയും. വീട്ടില് ആരൊക്കെയുണ്ട്? എന്റെ വീട്ടില് അപ്പ, അമ്മ, അനിയൻ, അനിയത്തി, പിന്നെ അപ്പച്ചൻ, അമ്മച്ചി, ഇത്രയും പേരുണ്ട്. വലിയ കുടുംബമാണ്. അപ്പം ഈ പാട്ട് എങ്ങനെ ചെറുപ്പകാലത്തിലേ തുടങ്ങിയോ അതോ വലുതായിട്ടായിരുന്നോ? ചെറുപ്പത്തിലൊക്കെ ഞാൻ പാടുമായിരുന്നു, പക്ഷെ അത്ര നന്നായിട്ട് പാടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇങ്ങനെ സ്കൂളിലെ കോമ്പറ്റീഷൻസിനും അങ്ങനെയൊക്കെ പാടുമായിരുന്നു. അങ്ങനെ പ്രൈസ് ഒക്കെ ഇടയ്ക്ക് കിട്ടുമായിരുന്നു. അങ്ങനെയാണ് കുറച്ചൊക്കെ പാടുമെന്ന് മനസ്സിലായത്. അല്ല, ഇതില് നമുക്കൊരു കഴിവുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് ഇപ്പൊ ചിലർക്ക് അച്ഛനോ അമ്മയോ ഒക്കെ ആയിരിക്കും അത് കണ്ടെത്തിയിട്ട് കൂടുതൽ അതിനൊരു പ്രോത്സാഹനം തരുന്നത്. അങ്ങനെ ചോദിച്ചാ, ഞാൻ ഒത്തിരി ചെറുതായിരിക്കുമ്പോ തന്നെ അമ്മ എന്നെ കുഞ്ഞു കുഞ്ഞു പാട്ടൊക്കെ പഠിപ്പിക്കുമായിരുന്നു. ഞങ്ങൾക്കിങ്ങനെ സൺഡേ സ്കൂളിൽ പോവാൻ നേരത്ത് അവിടുത്തെ ചെറിയ കോമ്പറ്റീഷൻസിനൊക്കെ ആയിട്ട് കുഞ്ഞു പാട്ടൊക്കെ പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഒരു പാട്ട് പാടുമായിരുന്നോ? അമ്മ കുറച്ചൊക്കെ പാടും, പക്ഷെ എന്റെ വീട്ടിൽ അങ്ങനെ പാട്ട് പാടുന്നതായിട്ട് അങ്ങനെ ആരും തന്നെ ഇല്ല. അമ്മയ്ക്കാണ് പാട്ടിനോട് ഭയങ്കര ഇഷ്ടമുള്ളത്. അപ്പം അതിന്റെ ആ ഇഷ്ടം കൊണ്ടാണ് അമ്മ പാട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയത്. പിന്നെ അങ്ങനെ ഞാൻ ഇങ്ങനെ സൺഡേ സ്കൂളിലൊക്കെ ഇങ്ങനെ പാടി തുടങ്ങി. അവിടുന്ന് സിസ്റ്റേഴ്സ് ആണ് ആദ്യമായിട്ട് എനിക്കൊരു സ്റ്റേജില് കൊച്ചു അത്യാവശ്യമൊക്കെ പാടുന്നത്. പള്ളിയിൽ പാടാൻ. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റേജിൽ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോഴത്തേക്ക് എന്നെ കൊണ്ട് കുഞ്ഞു പാട്ടൊക്കെ പാടിപ്പിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ സ്റ്റേജിൽ പാടി തുടങ്ങുന്നത്. മത്സരങ്ങൾക്കൊക്കെ സ്കൂൾ ടൈമിലൊക്കെ ഞാൻ ലൈറ്റ് മ്യൂസിക്കിന് മത്സരിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ പ്രൈസും കിട്ടാൻ തുടങ്ങി. പിന്നെ എന്റെ ഫസ്റ്റ് ഗുരു എന്ന് പറയുന്ന സുനിൽ എന്ന് പറഞ്ഞൊരു സാറാണ്. അപ്പോ സാറിന്റെ വൈഫ് ഇതുപോലെ ഞങ്ങളെ കാറ്റഗിസം പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു. അപ്പം അവിടെ ഇങ്ങനെ ചെറിയ കോമ്പറ്റീഷൻസിനൊക്കെ ആയിട്ട് പിള്ളേരെ സെലക്ട് ചെയ്യുന്ന കൂട്ടത്തില് ടീച്ചർ എന്നെ അത്യാവശ്യം പാടുന്നുണ്ട്, എന്നാ പിന്നെ വീട്ടിലോട്ട് വാ, നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് പഠിക്കാമെന്ന് പറഞ്ഞാണ്. മിസ്സിനും എന്റെ പ്രായത്തിന് ഒരു മോനുണ്ട്. അപ്പൊ ഞങ്ങളെ രണ്ടുപേരും ഒരുമിച്ചിരുത്തിയാണ് ഞങ്ങളെ പാട്ട് പഠിപ്പിച്ചു തുടങ്ങിയത്. അങ്ങനെയാണ് മ്യൂസിക് പഠിക്കാനേ തുടങ്ങിയത്. എന്താ ഇനി മലയാളത്തില് പാട്ടുകൾ സിനിമയിൽ പാടാനായിട്ടാണോ അതോ ഇതുപോലെ തന്നെ സ്റ്റേജ് ഷോസും കാര്യങ്ങളും അതിപ്പം നമുക്ക് എബ്രോഡൊക്കെ കിട്ടുന്നതും നമുക്കൊരു വലിയ അഡ്വാൻറ്റേജ് ആണല്ലോ, അങ്ങനെ ഫോക്കസ് ചെയ്യാനാണോ? ഈ പറഞ്ഞ പോലെ ഭക്തിഗാനങ്ങള് ഫോക്കസ് ചെയ്യാനാണോ? എന്ന് വെച്ചാൽ ഇപ്പം ഭക്തിഗാനങ്ങളും ഭയങ്കര ട്രെൻഡാണ്. ഭക്തിഗാനങ്ങൾ പാടിയും എല്ലാ രീതിയിലുള്ള ഭക്തിഗാനങ്ങളും ട്രെൻഡിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഭക്തി കൂടുകയാണ് ആൾക്കാർക്ക് എന്നാ പറയുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടോ, അല്ലെങ്കിൽ ഒരു ഡ്രീം പ്രോജക്ട് എന്തെങ്കിലും അങ്ങനത്തത്? എനിക്കങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. പക്ഷെ ഐ ലവ് മ്യൂസിക്. അത് തരുന്ന എന്ത് ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. ഇപ്പം സിനിമയിലേക്ക് പാടുന്നതാണോ എന്റെ എയിം എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും എനിക്കില്ല. ഐ വോണ്ട് മ്യൂസിക് ഇൻ മൈ ലൈഫ്. എന്താണെങ്കിലും അത് ചെയ്യും. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ എന്റെ ആഗ്രഹം എനിക്ക് ഒറിജിനൽ ആയിട്ട് ചെയ്യണം എന്നുണ്ട്. സ്വന്തമായിട്ട് പാട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അതാണ് ഇപ്പത്തെ ഒരു ഡയറക്ഷനോ മ്യൂസിക്സ് ഒക്കെ എഴുതി കമ്പോസ് ചെയ്യുക, അങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അതിപ്പോ എപ്പോ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ അതാണ് മനസ്സിലുള്ള ഒരു കാര്യം. മരിയ ഇപ്പം ഏകദേശം എത്ര പാട്ടുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും? എനിക്ക് കൃത്യമായിട്ട് ഒരു എണ്ണമൊന്നുമില്ല. ഒരു 1000+ എന്താണേലും ഉണ്ടാവും. അത്രയും? അപ്പൊ ആദ്യമായിട്ട് പാടിയ പാട്ട് ഏതാണെന്ന്, മീൻസ് റെക്കോർഡ് ചെയ്ത പാട്ട് ഓർക്കുണ്ടാവോ? ഫസ്റ്റ് ഞാൻ പാടുന്നത് എനിക്ക് തോന്നുന്നു സ്കൂൾ ടൈമിൽ എന്തോ ഒരു
ഒരു CD-യിൽ എന്തോ ആണ്, പക്ഷെ ആ പാട്ട് എനിക്ക് ഓർമ്മയില്ല. ഉം. അത് കഴിഞ്ഞ് ഒരു റെക്കോർഡിങ് പ്രോപ്പറായിട്ട് ചെയ്യാൻ തുടങ്ങിയത് ഷാലോമിന് വേണ്ടി പാടുമ്പോഴാണ്. അപ്പോ ഷാലോം TV-യില് ഹോളി ബീറ്റ്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ക്യാൻഡിൽസ് ബാൻഡ് ആയിരുന്നു അത് കണ്ടക്ട് ചെയ്തോണ്ടിരുന്നത്. അപ്പോ അതില് ഞാനൊരു സിംഗർ ആയിരുന്നു. അപ്പം അതിനു വേണ്ടിയിട്ട് കുറെ റെക്കോർഡിങ്സ് ചെയ്തു തുടങ്ങി. ഇനിഷ്യലി അപ്പോഴാണ് കണ്ടിന്യൂസ്ലി ചെയ്യാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് വേറെ ആൽബംസിനും അതല്ലാതെ യൂട്യൂബ് റിലീസസിനും ഒക്കെ ആയിട്ട് എന്നെ ഒത്തിരി പേരും അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഓർമ്മയുള്ള പാട്ടൊന്ന് പാടാം. ഞാൻ ഫസ്റ്റ് റെക്കോർഡിങ്ങിനായി പാടിയ ഓർമ്മയുള്ളത് ക്യാൻഡിൽസ് ബാൻഡിന് വേണ്ടി പാടിയ ആരാധ്യൻ യേശുവര എന്ന് പറഞ്ഞ പാട്ടാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അതൊന്ന് പാടും. നന്നായിരുന്നു. മരിയ, കഴിഞ്ഞ ദിവസം ഞാൻ മരിയനെയാണ് ഇന്റർവ്യൂ ചെയ്യണമെന്ന് അറിഞ്ഞപ്പോ ഞാൻ യൂട്യൂബില് ജസ്റ്റ് ഇങ്ങനെ പാട്ടുകളൊന്ന് നോക്കിയിരുന്നു. അപ്പൊ ഇപ്പൊ ഓൾറെഡി പറഞ്ഞു 1000 എബോ പാട്ടുകൾ പാടിയെന്ന്. അപ്പൊ യൂട്യൂബിൽ ഇങ്ങനെ നോക്കുമ്പോഴും ഒരുപാട് പാട്ടുകൾ, ക്രിസ്തീയ ഭക്തി ഗാനങ്ങൾ തന്നെ ഇപ്പൊ ഒരു ട്രെൻഡാണ് ഭക്തി ഗാനങ്ങൾ. അപ്പം അത് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഇത്രയും പാട്ടുകൾ, അത് മരിയക്ക് അത്രയും പാട്ടുകൾ പാടിയ മരിയക്ക് എന്താ പറയാനുള്ളത്? ശരിക്കും ഞാൻ ഒട്ടും വിചാരിച്ചതല്ല എനിക്ക് ഇതുപോലെ ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സിനായി വേണ്ടിയിട്ട് എന്നെ ചൂസ് ചെയ്ത് എന്നെ വിളിക്കും എന്നുള്ളത്. വളരെ റാൻഡമായിട്ട് ഈ ഫീൽഡിലേക്ക് വന്ന ഒരു ആളാണ് ഞാൻ. ഇങ്ങനെ ഒരു ആഗ്രഹം പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇത്രയും പാട്ടുകൾ വരുന്നു എന്നുള്ളതിൽ ഒട്ടുമിക്ക ആൾക്കാരും ഒരു ഫൈനാൻഷ്യൽ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നായിരിക്കത്തില്ല ഒരു പാട്ട് ചെയ്യുന്നത്. അവർക്ക് പാട്ടിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടും അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു അങ്ങനത്തെ ഒരു ഇന്റൻഷനോടെ ആയിരിക്കും ഓരോരുത്തരും ഓരോ പാട്ടുകളും ചെയ്യുക. അപ്പോൾ അതില് ഇന്നും സർവൈവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വലിയ ദൈവാനുഗ്രഹമാണ്. അതുകൊണ്ട് മാത്രമാണ് ഇതുപോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും നമുക്ക് വരുന്നതും അത് നന്നായി ചെയ്യാൻ പറ്റുന്നതും. അതിന് ഒത്തിരി ഗ്രേറ്റ്ഫുൾ ആണ്. അതുപോലെ ഇതുവരെ എനിക്ക് വേണ്ടി ഇത്രയും പാട്ടുകൾ എന്നെ കൊണ്ട് പഠിക്കാൻ മനസ്സ് കാണിച്ച എല്ലാവർക്കും എന്റെ നന്ദി ഞാൻ പറയുന്നു. അപ്പൊ എന്തായാലും ഒരു പാട്ടുകാരിയൊക്കെ അല്ലേ, ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക് ഡയറക്ടർ ഒക്കെ അങ്ങനെ നമുക്ക് മനസ്സിലുണ്ടാവുമല്ലോ. ഒരു പാട്ടുകാരി ആവുമ്പോ എന്തായാലും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് കാണും, അവരുടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് കാണും. അങ്ങനെ ഇഷ്ടമുള്ള, മനസ്സിൽ ഇഷ്ടമുള്ള, കൂടെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ? ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ട്. എസ്പെഷ്യലി ഇപ്പൊ ഏറ്റവും പുതിയ ആൾക്കാരിലാണെങ്കിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ആരാധിക എന്ന് പറഞ്ഞ പാട്ട്. അതിന്റെ മ്യൂസിക് ഡയറക്ടർ വിഷ്ണു വിജയ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വിഷ്ണുചേട്ടന്റെ പാട്ടുകള്, പിന്നെ ജേക്സ് ബിജോയ്, എല്ലാ പാട്ടുകളും അടിപൊളിയാണ് ജേക്സ് ചേട്ടന്റെ. അതുപോലെ ദീപക് ദേവ് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ വിദ്യാസാഗർ സാർ, പഴയ ആൾക്കാര്. നമുക്ക് ആ പാട്ടുകളൊന്നും ഡെഫിനറ്റ്ലി നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകത്തില്ല. അതുപോലത്തെ ഒരുപാട് പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചു തന്നിട്ടുള്ള ആളാണ്. പിന്നെ AR റഹ്മാൻ സർ, പറയാതിരിക്കാൻ പറ്റില്ല, എല്ലാവരുടെയും ലിസ്റ്റിലുള്ള ആളാണ്. അതുപോലെ ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഒരു ആളുടെ പേര് പറയാന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. അതെ അതെ, തീർച്ചയായിട്ടും ഒരുപാട് പേരുണ്ടാവും. ലെജൻസിന്റെ പേരുകളൊന്നും നമുക്ക് വിടാൻ പറ്റില്ല. പക്ഷെ നല്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് പേരുടെ പേര് പറഞ്ഞല്ലോ. അപ്പൊ അതില് ഇഷ്ടപ്പെട്ട ഒരു സംഗീത സംവിധായകന്റെ ഒരു ഇഷ്ടപ്പെട്ട പാട്ടൊന്ന് പാടാവോ? ഒരു സിനിമ പാട്ട്. ഓക്കെ. അടിപൊളി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ലാതെ കേൾക്കുമ്പോൾ ഒരു മഞ്ഞ് പോലത്തെ ഒരു ശബ്ദം. അപ്പോ എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് വിദ്യാസാഗർ. നേരത്തെ ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ പറഞ്ഞപ്പോ വിദ്യാസാഗർ സാർ എന്റെയും ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അപ്പൊ സാറിന്റെ സിനിമയിലെ ഒരു പാട്ട് പ്രേക്ഷകർക്ക് മാത്രമല്ല എനിക്കും കൂടി കേൾക്കാനായിട്ട് ഒന്ന് പാടിത്തരാവോ? ഡെഫിനറ്റ്ലി. അപ്പൊ എനിക്ക് മരിയന്റെ ശബ്ദത്തിൽ എനിക്ക് ഒന്ന് കേൾക്കാനായിട്ട്. താങ്ക് യു. ഇതിന് ഞാൻ സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. അപ്പൊ മരിയ മാത്യു കോലടി, ഒരു കാര്യം ഞാൻ ചോദിക്കാൻ പറ്റുമോ? ഈ കോലടി എന്ന് പറയുന്നത് ശരിക്കും സ്ഥലത്തിന്റെ പേരാണോ? കോലടി എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേരല്ല, എന്റെ ഫാമിലി നെയിമാണ്. ഫാമിലി നെയിമാണ്. എന്റെ സ്ഥലം പാലായാണ്. ചേർപ്പുങ്കൽ എന്നാണ് പ്രോപ്പർ സ്ഥലത്തിന്റെ പേര് അല്ലെ? ഓക്കെ. അപ്പൊ പാലാക്കാരിയായ നമ്മുടെ സുന്ദരി കുട്ടിയായ മരിയനെ ഇനി മലയാളികൾ സ്വീകരിക്കുക. ആഗ്രഹം പോലെ തന്നെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലും നല്ല പാട്ടുകൾ, ഇഷ്ടമുള്ള സംഗീത സംവിധായകരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ കഴിയട്ടെ. നല്ല പാട്ടുകളുമായിട്ട് മലയാളികളുടെ മനസ്സിലേക്ക് വരട്ടെ. ഒരുപാട് ഷോസ് ഒക്കെ കിട്ടട്ടെ. എല്ലാവിധ ഭാഗങ്ങളും മരിയയ്ക്ക് ആശംസിക്കുന്നു. താങ്ക് യു. ഫൈനലി ഒരു ചെറിയ റിക്വസ്റ്റ് കൂടെ, നമ്മളൊരു തമിഴ് പാട്ട് പാടിയില്ലല്ലോ.
എന്നാ പിന്നെ നമുക്കൊരു തമിഴ് പാട്ട്. നേരത്തെ AR റഹ്മാൻ സാറിന്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ, Yeah. അപ്പൊ സാറിന്റെ ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിക്കോളൂ. ഷുവർ. ഓക്കെ. നെഞ്ചിൽ ജിൽ 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 കാതിൽ ദിൽ 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 കണ്ണത്തിൽ മുത്തമിട്ടാൾ നീ കണ്ണത്തിൽ മുത്തമിട്ടാൾ നെഞ്ചിൽ ജിൽ 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 കാതിൽ ദിൽ 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 കണ്ണത്തിൽ മുത്തമിട്ടാൾ നീ കണ്ണത്തിൽ മുത്തമിട്ടാൾ ഒരു ദൈവം തந்த പൂവേ കണ്ണിൽ തേടൽ എന്ന തായേ ഒരു ദൈവം തந்த പൂവേ കണ്ണിൽ തേടൽ എന്ന തായേ வாழ்வு தொடங்குமிடம் நீதானே ஆ வாழ்வு தொடங்குமிடம் நீதானே வானம் முடியுமிடம் நீதானே காற்றை போல நீ வந்தாயே சுவாசமாக நீ நின்றாயே வாழ்வில் ஊறும் உயிரே ஒரு தெய்வம் தந்த பூவே கண்ணில் தேடல் என்ன தாயே.